ഡാ നിന്റെ മുടി വിക്കറ്റ് വെച്ച പോലെ ഉണ്ട് വിഷ്ണു പറയുന്നത്. ഞാനിപ്പം പറഞ്ഞേ ബ്യൂട്ടി ക്വീൻ. എന്താ ശ്യാമ നിന്നെ പറ്റി പറയാ? നീ നടന്നു പോയാൽ ബ്യൂട്ടി പാർലർ മൊത്തത്തിൽ നടന്നു പോയത് പോലെ ഉണ്ട്. പിന്നെ പറയാ ഡെറ്റോൾ വെച്ച് ഹാൻഡ് വാഷ് ചെയ്ത് പിന്നെ ഒരു ഒറ്റ കീട്ടാണ് ബാക്കി വരുമല്ലേ, അതെത്ര നീ? ഗുഡ് മോർണിംഗ്. ശ്യാം, രാവിലെ ബെല്ലടിച്ചത് കേട്ടാലും ആ മുന്നിലുള്ള കടയിൽ തന്നെ നിൽക്കുന്നത് എന്തിനാ? കോളേജ് ബെല്ലടിച്ചാൽ കറക്റ്റായി ക്ലാസ്സിൽ കയറാനാവൂലേ? ബെല്ലിനെന്താ വിലയില്ലേ? ഞാൻ ടീച്ചേഴ്സിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഫസ്റ്റ് ആൻസർ തരി. എന്താ? ബെല്ലടിച്ചുടനെ ടീച്ചേഴ്സ് ക്ലാസ് നിന്ന് പുറത്തേക്ക് വിടൂല നിൽക്കുമ്പോൾ ബെല്ലടിച്ചുടനെ സ്റ്റുഡൻസ് ഇതിന്റെ ക്ലാസ്സിലേക്ക് വരുന്നത്? കറക്റ്റ് ബെല്ലടിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിന് പുറത്തു വിടാൻ കഴിയൂലേ? എന്താ ബെല്ലിന് വിലയില്ലേ? മിക്ക ഇന്ന് പ്രിൻസിപ്പലിന് കംപ്ലൈന്റ് കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി. നീ പോയി കംപ്ലൈന്റ് കൊടുക്കടാ. ഒരു പ്രിൻസിപ്പാളും എന്റെ രോമത്തിൽ തൊടില്ല. ഇത് കണ്ട, ഇതുകൊണ്ട് കുനിച്ചു നിർത്തി പുറം പൊളിക്കും. കോളേജിലുള്ളത് പഠിക്കാനാ, അല്ലാതെ കുതിര കളിക്കാനല്ല. മരങ്ങൾ വളർത്തുന്നത് കാറ്റിനാ, അല്ലാതെ മുറിച്ച് കുട്ടികളെ കുനിച്ചു നിർത്തി പുറം പൊളിക്കാനല്ല. നീ ഇങ്ങനെയുള്ള ആൻസർ മസ്തായിട്ട് പറയും. നീ തിന്നുന്നതിനും പ്രശ്നം പഠിക്കുന്നതിനും ലാസ്റ്റാ. തിന്നാനും ഞാനാ പഠിച്ചത്, അതുകൊണ്ടാ ഞാൻ ഫസ്റ്റ്. വായിക്കാൻ നിങ്ങളാ പഠിപ്പിച്ചത്, അതുകൊണ്ടാ ഞാൻ ലാസ്റ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാതെ എന്തെങ്കിലും ചെയ്യും. ഞാൻ പോവാം, നിങ്ങളെ ക്ലാസ് സാർ വരും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ടെസ്റ്റിൽ എന്തെല്ലാം ഉത്തരം ഇതിന് ഇപ്പൊ പറയണം. വിഷ്ണു, ടൈപ്സ് ഓഫ് മണി എന്താ ഇതിന് പറ? ബ്ലാക്ക് മണി, വൈറ്റ് മണി, പ്രിയ മണി, കൊമേഴ്ഷ്യൽ മണി, ഫ്ലാറ്റ് മണി ആൻഡ് കമ്മ്യൂണിറ്റി മണി എക്സെട്ര. ബ്രിട്ടീഷർ ഭാരതത്തിലേക്ക് എന്തിനു വന്നു പറ? സ്പോക്കൺ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്നു. അതാണോ അതിന്റെ ഉത്തരം? കോളേജിലേക്ക് എത്തിനാലോ കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാമോ? സർ, അറിയാ. ശരി, ചങ്കൂറ്റുണ്ടെങ്കിൽ 5 സെക്കൻഡ് ഇംഗ്ലീഷ് നിർത്താതെ പറ, ഞാനും നോക്കട്ടെ. എത്ര ബെറ്റ്? ബെറ്റു ആണോ? 1000 ഇപ്പോൾ പറ. 2 1 2 2 2 4 2 3 6 2 4 8 2 5 10 2 6 12 2 7 14 2 8 16 2 9 18 2 10 20. ശ്യാം. സർ, രണ്ടാം മഹായുദ്ധത്തിന്റെ ഫലിതാംശം എന്തായിരുന്നു? എന്താ ഇതിനറിഞ്ഞോ? പുഷ്പരാജ്. ഞാൻ എഴുതുകയില്ല. സൽമാൻ, ടൈറ്റാനിക് കപ്പൽ എങ്ങനെ മുങ്ങിപ്പോയേ? എന്താ ഇതിന്? എങ്ങനെ? ഗ്ലൂം 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 ഗ്ലൂ 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 ഗ്ലൂ. ഇങ്ങനെയാണോ മുങ്ങില്ല ടൈറ്റാനിക്? കീർത്തി, നിനക്ക് എന്തെങ്കിലും ഒരു ടാലന്റ് ഉണ്ടോ? ഉണ്ട് സർ. പിന്നെ എനിക്കെന്തൊന്നും കാണാത്തെ? ഇല്ല, നിനക്ക് ഒരു ടാലന്റും ഇല്ല. സർ, ഇവിടുന്ന് മംഗളഗ്രഹം കാണോ? ഇല്ല. പിന്നെ മംഗളഗ്രഹം അവിടെ തന്നെ ഉണ്ടല്ലോ സാറേ. അങ്ങനെ കണ്ടില്ല എന്നതുകൊണ്ട് ഇല്ലാന്ന് അർത്ഥം വരില്ല സർ. നീയൊക്കെ അടുത്ത ക്ലാസ്സിലെ സ്നേഹയെ കണ്ടുപിടിക്കും. 100ന് 100 മാർക്സാ. വലിയ പേരുണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാല് അതിന്റെ അടിയിൽ എഴുതി വെച്ചത് അക്ഷരങ്ങൾ വലുതാക്കി എഴുതണമെന്ന്. ശ്യാം, വേൾഡ് വാർ എങ്ങനെയായിരുന്നു? നീയോ നിന്റെ ഉത്തരോ. സൽമാൻ, 1ാം മഹായുദ്ധത്തിന് ശേഷം 2ാം മഹായുദ്ധം എന്തുകൊണ്ട് നടന്നു? എന്താ ആൻസർ ഇതിന്? KGF 1ാം ഭാഗം സക്സസ് ആയതുകൊണ്ട് 2ാം ഭാഗം എടുത്തു. അങ്ങനെ 1ാം മഹായുദ്ധം സക്സസ് ആയതുകൊണ്ട് 2ാം മഹായുദ്ധം ചെയ്തു. സാറേ, ഈ സെക്ഷനിലെ സ്നേഹ പ്രവീണിന്റെ കൂടെ ഒളിച്ചോടി പോയി സർ. എപ്പോ? അവൾ ക്ലാസ്സിലേക്ക് പറഞ്ഞു വന്നിട്ട് ഒരല്പം മുന്നേ പോയി സർ. ഈശ്വരോ. സാറേ, എന്താ? ഇപ്പോൾ സ്നേഹനെ കണ്ട് പഠിക്കട്ടെ സാറേ. ക്ലാസ് നോട്ട് എല്ലാവരും കൊണ്ടുവരി, ചെക്കാക്കട്ടെ. ഹലോ, സുസൈഡ് അറ്റംപ്റ്റ് ആക്കാൻ നോക്കിയോ? അവനെ ഇങ്ങോട്ടേക്ക്. ഡാ, എന്തിനാടാ? സാറേ, ആ ഭാരതിനെ 2 മാസത്തുനിന്ന് സ്നേഹിക്കുന്നുണ്ട് സാറേ. ഇപ്പൊ നോക്കിയാ സ്നേഹിക്കില്ല പറയുന്നുണ്ട് സാറേ. അതിന് ഞാൻ ചത്ത് കളിയും സാറേ. 3 ആഴ്ച ഒരുപാട് വേദനിച്ചു സാറേ. അനിയ, ഞാനൊരു ജോക്ക് പറയട്ടെ, ചിരിക്കോ? അതേ സെയിം ജോക്ക് ഒരിക്കൽ കൂടി പറയാം, അപ്പോഴും ചിരിക്കണം. സെയിം ജോക്കിന് പിന്നെയും എങ്ങനെ ചിരിക്കുന്നത്? സെയിം ജോക്കിന് നിനക്ക് പിന്നെയും ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ സെയിം വേദനക്ക് പിന്നെയും എന്തിനാ നീ കരയുന്നത്? ആരെങ്കിലും എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ
എന്തെങ്കിലും തെറ്റ് എഴുതിയാൽ എന്താ ചെയ്യാ? ആ പിന്നെന്താക്കും? ആ പേജ് കീറി കളയും. പിന്നെ നീ എന്തിനാ ആ പേജ് വിട്ടിട്ട് നിന്റെ ജീവിതത്തിന്റെ ബുക്ക് മൊത്തത്തിൽ വലിച്ചെറിയുന്നത്? ഓ ഇല്ല ഇല്ല, എനിക്ക് അവളെ വിട്ട് ജീവിക്കാൻ കഴിയില്ല. ഞാൻ പോയി ചാവും. ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ, വെറും 2 മാസം സ്നേഹിച്ചവളെ നിനക്ക് വിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 20 കൊല്ലം സ്നേഹിച്ച നിന്റെ അച്ഛനമ്മ നിന്നെ എങ്ങനെ വിട്ട് ജീവിക്കും? നീ പറ. കേൾക്കിവിടെ, ആ പെണ്ണിന് നിന്നെ വിട്ടാൽ കോടിക്കണക്കിന് ആളുണ്ടാവും ഇവിടെ. പക്ഷേ നിന്റെ അമ്മക്കും അച്ഛനക്കും ഈ ഭൂമിയിലുള്ളത് നീ ഒരുത്തനാണ്. ഡാ, സൂസൈഡ് ആക്കിയാൽ എന്താവും പറ? എന്റെ പ്രശ്നങ്ങളെല്ലാം ഒറ്റയടിക്ക് മാറിക്കിട്ടും. ഓ തെറ്റനിയാ. സൂസൈഡ് ആക്കിയാൽ പ്രോബ്ലംസ് എവിടെയും പോവില്ല. നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ, അവരെ തലയിലേക്ക് പോവും. സ്നേഹിച്ച പെണ്ണിനെ വിട്ട് എങ്ങനെ ജീവിക്കും? നീ തന്നെ പറഞ്ഞതാ. ജനിച്ച മുതൽ അച്ഛനമ്മ ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട്. നിനക്ക് ലവറിനെ വിട്ട് ജീവിക്കാനാവില്ലേ? പ്രേമിച്ചവർ പോയാൽ എന്തിന് അവർ പോയിന്ന് നിങ്ങൾ ചാവുന്നത്? എന്തിന് വിട്ടെന്ന് അവർ ചാവണം? അങ്ങനെ ജീവിക്കണം. ജീവിക്കോ? പിന്നെ ഈ ടാറ്റു എന്ത് ചെയ്യണം? അത് ഞാൻ ഇപ്പം ശരിയാക്കി തരാം.